ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മൾ ഇന്ന് ദുബായിക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. വേഗം ഒന്ന് വണ്ടി കയറി വേഗം ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ക്ഷീണമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എമിറേറ്റ്സിന്റെ ബോയിങ് 777 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റിലാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല. 2-3 വട്ടമായിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഇപ്പോഴും ഉണ്ടാവാറ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ വിമാനം എങ്ങനെ പൊന്തി നിൽക്കണത്. ഇത്രയും ഭാരമുള്ള സാധനം ഇതിൽ ഏകദേശം ഒരു 360 പേരൊക്കെ കൊള്ളാവുന്ന ഒരു വിമാനമാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇത്രയും വലിയ വിമാനം എങ്ങനെയാ അത് ഈ ആകാശത്ത് ഇങ്ങനെ പൊന്തി നിൽക്കണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. ഒരു കുഞ്ഞുകുട്ടിയുടെ മനസ്സ് തന്നെയാണ് എനിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ചിന്തകളൊക്കെ ഏകദേശം അതുപോലെയുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിൽ കൂടുതൽ നമുക്ക് നമുക്ക് കയറിയ സമയത്ത് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പുതയ്ക്കാനുള്ള പുതപ്പ്, ഹെഡ്ഫോണ്, പിന്നെ TV കാണാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ഫോണ്, പിന്നെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വിമാനത്തിന്റെ ടോയ്ലറ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും പുതിയതായിട്ട് കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആട്ടോ എനിക്ക്. ഇപ്പോൾ ഞാൻ ഇതിൽ കയറി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എണീറ്റ കാരണം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഞാനൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ പണി സിനിമ കുറച്ച് നേരം കണ്ടുവിട്ടു. അതിനുശേഷം നമുക്ക് ഭക്ഷണം വന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കാർട്ടൂണും, എനിക്കിഷ്ടം കാർട്ടൂൺ കാണുന്നതാണ്. അപ്പൊ കാർട്ടൂണും ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പായ കാരണം ഞാൻ എപ്പോഴും പുതച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്ക് AC എന്തോ തീരെ പറ്റില്ല. പക്ഷെ എന്താ ചെയ്യാ, AC-യിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകുന്നു പറയാം. ഇപ്പൊ ഭക്ഷണമായ കാരണം ഞാൻ പുതപ്പൊക്കെ മാറ്റി സുഖമായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടു, കുറച്ചൊക്കെ കാർട്ടൂണൊക്കെ കണ്ടു. അങ്ങനെ അങ്ങനെ ഇരുന്ന് വേഗം 4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. സത്യം പറയാൻ വെച്ചാൽ ഒരു സമാധാനമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ആ പാട്ട് കേട്ടും സിനിമ കണ്ടും കുറച്ചു നേരം ഉറങ്ങിയും കാർട്ടൂൺ കണ്ടും അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അങ്ങനെ സേഫ് ആൻഡ് ബട്ടർ ലാൻഡിങ് ആയിരുന്നു. അത് കാരണം നല്ല സമാധാനമായിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ ദുബായിലുള്ള വീഡിയോസ് ആണ് കേട്ടോ കൂടുതലും കാണാം. പിന്നെ നാട്ടിലുള്ള എൻ്റെ വിശേഷങ്ങൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം, എന്താ കാര്യം എന്നൊക്കെ. കൂടാതെ ഞാൻ എന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതും കൂടി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ തുടർച്ചയായി കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പൊ നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതുവരേക്കും ബൈ.